ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കൃതികളും അവയുടെ രചയിതാക്കളുമൊക്കെ PSC ധാരാളമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ അടുത്ത കാലത്തായി PSC ഇടയ്ക്കിടെ അത് എല്ലാ പരീക്ഷകളിലും എന്ന പോലെ ആവർത്തിച്ചു വരുന്നതാണ് കൃതികളും അവയുടെ രചയിതാക്കളും എന്നത്. നമുക്ക് 2024, 25, 26 വർഷങ്ങളിൽ PSC ചോദിച്ച കൃതികളും അവയുടെ രചയിതാക്കളെയും പരിചയപ്പെടാം. അതിനോടൊപ്പം തന്നെ പുതിയ കൃതികളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ രചനകളെയും അവയുടെ രചയിതാക്കളെയും കൂടി ഇതിൽ പരിചയപ്പെടാം. സമകാലിക മലയാള നോവൽ സാഹിത്യത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ കൃതികളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ കൃതികളൊക്കെ തന്നെ മിക്കവരും PSC ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ചവയാണ്. ആദ്യത്തേത് മീശ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് മീശ എന്ന കൃതിയെക്കുറിച്ച്. ഒരു മീശ, അതിൻ്റെ കഥ പറയുന്ന കൃതി, ഒരു വലിയ മീശയുടെ കഥ പറയുന്ന കൃതി മീശ S. ഹരീഷിൻ്റെ കൃതിയാണ്. അതുപോലെ S. ഹരീഷിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഒരു കൃതിയാണ് പട്ടുനൂൽപ്പുഴു എന്നത്. അപ്പോൾ മീശ, പട്ടുനൂൽപ്പുഴു എന്നിവയുടെ രചയിതാവ് ആരാണ്? S. ഹരീഷാണ്. അതുപോലെ PSC ചോദിച്ചൊരു ചോദ്യമാണ് നിരീശ്വരൻ. നിരീശ്വരൻ എന്ന കൃതി VJ ജെയിംസിൻ്റെതാണ്. VJ ജെയിംസ് എഴുതിയ പ്രശസ്തമായ ഒരു കൃതിയാണ് ഇത് നിരീശ്വരൻ എന്നത്. ഈ 2025 ചോദിച്ച ചോദ്യമാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതി ആരുടേതാണ്? NS മാധവൻ്റെതാണ്. ഈ NS മാധവൻ്റെ തന്നെ മറ്റൊരു പ്രശസ്തമായ കൃതി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹിഗിറ്റ. ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവും കൂടി ആരാണ്? NS മാധവനാണ്. അപ്പോൾ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, ഹിഗിറ്റ എന്നീ കൃതികളുടെയൊക്കെ രചയിതാവ് NS മാധവനാണ്. അതുപോലെ തന്നെ പുത്തൻ തലമുറയിലെ എഴുത്തുകാരനായ V. ഷിനിലാൽ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സമ്പർക്കകാന്തി. സമ്പർക്കകാന്തി എന്ന കൃതിയുടെ രചയിതാവ് V. ഷിനിലാലാണ്. മറ്റൊന്ന് ആനന്ദിയുടെ കഥ പറയുന്ന, സസ്പെൻസോടുകൂടി കഥ അവസാനിപ്പിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതി അഖിൽ P. ധർമ്മജൻ്റെതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് രാത്രി 12-ന് ശേഷം. റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12-ന് ശേഷം എന്നീ കൃതികൾ അഖിൽ P. ധർമ്മജൻ്റെതാണ്. ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയ സമുദ്രശില എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമുദ്രശില, മനുഷ്യന് ഒരു ആമുഖം എന്നീ കൃതികളുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ്. ബുധിനി, ബുദ്ധന്റെ കഥ പറയുന്ന സാറാ ജോസഫിന്റെ നോവലാണ് ഏത്? ബുധിനി. ബുധിനി എന്ന കൃതിയുടെ രചയിതാവ് സാറാ ജോസഫാണ്. പുള്ളിയൻ സോമൻ കടലൂരിന്റെ കൃതിയാണ്. നമ്മൾ ഈ പുള്ളിയൻ എന്ന നോവലാണ് സോമൻ കടലൂർ എഴുതിയത്. സോമൻ കടലൂരിനെ പലർക്കും പരിചയമുണ്ടാവും അല്ലേ? അതായത് കുഞ്ഞു കുഞ്ഞു കവിതകളിലൂടെ, അതായത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന കുഞ്ഞു കുഞ്ഞു കവിതകളുടെ രചയിതാവ് കൂടിയാണ് ആര്? ഈ സോമൻ കടലൂർ. ഈ സോമൻ കടലൂരിന്റെ ഈ പുള്ളിയനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം പുള്ളിയൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയതാണ്. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് 2026 ചോദ്യമാണ്. പുള്ളിയൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയ പഠന ഗ്രന്ഥമാണ് ഏത്? കടലാഴം എഴുതുമ്പോൾ എന്നത്. അപ്പോൾ മീശ, പട്ടുനൂൽപ്പുഴു എന്നിവ S. ഹരീഷിൻ്റെതാണ്. നിരീശ്വരൻ VJ ജെയിംസിൻ്റെതാണ്. ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ NS മാധവൻ. സമ്പർക്കകാന്തി V. ഷിനിലാൽ. റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12-ന് ശേഷം എന്നിവ അഖിൽ P. ധർമ്മജൻ. സമുദ്രശില സുഭാഷ് ചന്ദ്രൻ. ബുധിനി സാറാ ജോസഫ്. പുള്ളിയൻ സോമൻ കടലൂർ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം പുള്ളിയൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മറ്റൊന്ന് തഗ്ബുർണി. 2025 ഒരു ചോദ്യമായിരുന്നു തഗ്ബുർണി. തഗ്ബുർണി എന്നത് വന്ദനയുടെ കൃതിയാണ്. തഗ്ബുർണി എന്ന കൃതിയുടെ രചയിതാവ് വന്ദനയാണ്. ഏറെ പ്രശസ്തമായ GR ഇന്ദുഗോപന്റെ കൃതിയാണ് ആനോ. ആനോ എന്ന കൃതിയുടെ രചയിതാവ് GR ഇന്ദുഗോപൻ. മറ്റൊന്ന് അലോഹലൻ. അലോഹലൻ എഴുതിയ അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാട് നമുക്ക് നേരത്തെ പരിചയമുണ്ടല്ലേ?
കാസർഗോഡിലെ എൻമകജി എന്ന ഗ്രാമത്തിന്റെ വേദനാജനകമായ കഥ പറയുന്ന എൻമകജി എന്ന കൃതിയുടെ രചയിതാവ് അംബികാസുധൻ മങ്ങാടാണ്. അതുപോലെ തന്നെ അല്ലോഹലൻ എന്ന രാജാവിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ്, ആദ്യത്തെ അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുവിനും ഒക്കെ മുൻപേ പിറന്ന സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് തന്നെയാണ് അംബികാസുധൻ മങ്ങാട് അല്ലോഹലൻ എന്ന രാജാവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അല്ലോഹലൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ കഥ പറയുന്ന, രാജാവിന്റെ കഥ പറയുന്ന നോവലാണ് അല്ലോഹലൻ. എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ്. മറ്റൊന്ന് PSC ചോദിച്ചതാണ് ഏഞ്ചൽ മേരിയിലേക്ക്. ഏഞ്ചൽ മേരിയിലേക്ക് എന്ന കൃതി M. മുകുന്ദൻ്റെതാണ്. M. മുകുന്ദന്റെ കൃതിയാണ് ഏഞ്ചൽ മേരിയിലേക്ക്. അതുപോലെ അന്തകവള്ളികൾ സേതുവിന്റെ കൃതിയാണ്. മായാമനുഷ്യൻ N. പ്രഭാകരന്റെ കൃതിയാണ്. മറ്റൊന്ന് ഏറെ കോപ്പികൾ വിറ്റഴിഞ്ഞ ബിരിയാണി എന്ന നോവൽ, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി. ഒരു ധനാഢ്യന്റെ വീട്ടിൽ മകന്റെ വിവാഹത്തിന് ബാക്കിയായ ബിരിയാണി കുഴിച്ചു മൂടാനായി വരുന്ന ഒരു ബംഗാളി. അദ്ദേഹം ബിരിയാണി വലിയ കുഴിയെടുത്ത് മണ്ണിലേക്ക് കുഴിച്ച് ബിരിയാണി അരികൾ ഓരോന്നോരോന്നായി ചവിട്ടി താഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നു, കണ്ണ് ധാരധാരയായി ഒഴുകുന്നു. അപ്പോ അതിന്റെ കാരണം അന്വേഷിച്ച അവരോട് പറയുന്നു, അയാളുടെ മകള് ബസുമതി എന്ന് പേരിട്ട, ബിരിയാണി അരിയായ ബസുമതിയോട് അത്രയും ഇഷ്ടം തോന്നി ബസുമതി എന്ന് പേരിട്ട തൻ്റെ മകള് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മരിച്ച കഥ അയാള് ഓർക്കുന്നു, അത് പറയുന്നു. അപ്പോൾ ഹൃദയസ്പർശിയായ വേദനാജനകമായ മനസ്സിൽ മായാതെ കിടക്കുന്ന ബസുമതിയും ബിരിയാണിയും ഒക്കെ. ബിരിയാണിയുടെ കഥ എഴുതിയത് സന്തോഷ് ഏച്ചിക്കാനമാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ബിരിയാണി എന്നത്. അതുപോലെ തപോമയിയുടെ അച്ഛൻ, ഈ അടുത്ത കാലങ്ങളിലായി ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ, അന്ധകാരനഴി, ചാവുകളി എന്നിവ ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ്. ഇതിൽ ചാവുകളി ഈ അടുത്ത കാലത്ത് 2026 ചോദിച്ചതാണ്. ചാവുകളി എന്ന കൃതി. ചാവുകളി എന്ന കൃതിയുടെ രചയിതാവാരാണ്? ഈ സന്തോഷ് കുമാറാണ്. ഒന്നുകൂടെ നോക്കാം. തഗ്ബുർണി വന്ദനയുടേതാണ്. ആനോ എന്നത് G. ഇന്ദുഗോപന്റെ കൃതിയാണ്. അല്ലോഹലൻ, എൻമകജി എന്നിവയൊക്കെ അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ്. ഏഞ്ചൽ മേരിയിലേക്ക് M. മുകുന്ദന്റെ കൃതിയാണ്. അന്തകവളികൾ സേതുവിൻ്റെതാണ്. മായാമനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ് N. പ്രഭാകരനാണ്. ബിരിയാണി എന്ന കൃതി സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെതാണ്. തപോമയുടെ അച്ഛൻ, അന്ധകാരനഴി, ചാവുകളി എന്നിവ ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ്. മറ്റൊന്ന് ആരാച്ചാർ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളെയൊക്കെ അല്ലേ. ചേതന ഘൃതാമാലിക്കും സഞ്ജയും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന ആരാച്ചാർ. ആരാച്ചാർ എന്ന സ്ത്രീ ആരാച്ചാറിന്റെ കഥ പറയുന്ന, യുവതിയായ ആരാച്ചാറിന്റെ കഥ പറയുന്ന, ചേതന ഘൃതാമാലിക്കിന്റെ കഥ പറയുന്ന ആരാച്ചാർ, കലാച്ചി, ഘാതകൻ എന്നിവയൊക്കെ KR മീരയുടെ കൃതിയാണ്. അതുപോലെ R. രാജശ്രീ ടീച്ചർ, അവരുടെ പ്രശസ്തമായ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കൃതിയാണ് ആത്രേയകം. ആത്രേയകം മാത്രമല്ല, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥ R. രാജശ്രീ ടീച്ചറുടേതാണ്. അപ്പോൾ ആത്രേയകം എന്ന കൃതിയുടെ രചയിതാവ് R. രാജശ്രീയാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥ പറയുന്നത് കഥ R. രാജശ്രീയുടെ രചനയാണ്. അതുപോലെ മുത്തപ്പൻ, പുത്തൻ തലമുറയിലെ എഴുത്തുകാരനായ അഖിൽ കെയുടെ രചനയാണ് മുത്തപ്പൻ. ഏറെ വിവാദങ്ങളും അവാർഡുകളും ഒക്കെ വാരിക്കൂട്ടിയ കൃതിയാണ് കാട്ടൂർ കടവ്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. അതുപോലെ ചർച്ചാ വിഷയമായ ഒരു കൃതിയാണ് ദൈവത്തിന്റെ ചാരന്മാർ. ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാർ. മഞ്ഞവെയിൽ മരണങ്ങൾ ബെന്യാമിൻ്റെതാണ്. ആടുജീവിതം എന്ന കൃതി സമ്മാനിച്ച ബെന്യാമിൻ, ബെന്നി കെ ഡാനിയൽ, അദ്ദേഹത്തിൻ്റെ തന്നെയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഒന്നുകൂടെ നോക്കാം. ആരാച്ചാർ, കലാച്ചി, ഘാതകൻ എന്നിവ KR മീരയുടെ കൃതിയാണ്. ആത്രേയകം R. രാജശ്രീയുടേതാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥയും R. രാജശ്രീയുടേതാണ്. മുത്തപ്പൻ അഖിൽ കെയുടെ കൃതിയാണ്. കാട്ടൂർ കടവ് അശോകൻ ചെരുവിലിന്റെ കൃതിയാണ്.
ഈ കാട്ടൂർ കടവൊക്കെ ഇനിയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൃതിയാണ്. കാട്ടൂർ കടവും ദൈവത്തിൻ്റെ ചാരന്മാരും ഒക്കെ. അതുപോലെ മഞ്ഞവെയിൽ മരണങ്ങൾ ബെന്യാമിൻ്റെതാണ്. ആടുജീവിതം ബെന്യാമിൻ്റെതാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളും ബെന്യാമിൻ്റെ കൃതിയാണ്. ഇത്രയുമാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കൃതികളും അവയുടെ രചയിതാക്കളും. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.